കരിമീൻ പിടിക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്, മൈദയല്ല ഗോതമ്പ് പൊടി. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി മതി. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യണം, അതല്ലെങ്കിൽ എല്ലാ ഭാഗത്തും ആകത്തില്ല. വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒരുപാട് കൂടിപ്പോവുകയും ചെയ്യരുത്. ഇത് കുഴച്ച് ഇതൊരു ചപ്പാത്തി ഉണ്ടാക്കുന്ന പരുവാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു വാഴയിലേക്ക് മാറ്റണം. വാഴയില നമ്മൾ വാഴയില വെച്ചിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇനി അടുപ്പിൽ വെച്ച് നമുക്ക് ഒരു അട ഉണ്ടാക്കിയെടുക്കണം. ഒരുപാട് വെന്ത് കല്ല് പോലെ ആയി പോകരുത്. ഇത് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ കത്തി എടുത്തിങ്ങനെ മുറിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ തിരിച്ച് വലിക്കാൻ നേരത്ത് കത്തിയിൽ പറ്റിയിരിക്കുന്നുണ്ട്. അപ്പോൾ ശകലം കൂടി വേവാകാനുണ്ട്. ഒരുപാട് ഡ്രൈ ആയി പോകരുത്. എൻ്റെ കത്തി പോരാൻ പാടാണ്, ആയിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം വേവായിട്ടുണ്ട്. കണ്ടോ, ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫാക്കുക. ഗ്യാസ് ഓഫാക്കി. ഇനിയാണ് മെയിൻ പരിപാടി. ഞാൻ യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും നെയ്യാണ്. ഏകദേശം ഈ ഒരു അളവിൽ നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഈ കട്ട് ചെയ്ത ഭാഗത്തേക്ക് ചേർത്ത് കൊടുക്കുക. രണ്ട് ഭാഗത്തേക്കും ആയിക്കോളും. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത് ഇതാണ്. നല്ല റിസൾട്ടുള്ള തീറ്റയാണ്.